കളിക്കാൻ അറിയാമോ ഇത് നിനക്ക്? തിരിച്ച് നിന്റെ മുഖത്ത് തന്നെ അടിക്കാൻ നോക്കണേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക്. എല്ലാ മാസവും ഞാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ട് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇനി കൺസിസ്റ്റൻ്റ് ആവാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറയാലോ, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല ഇടാൻ. ഞാൻ എല്ലാ ദിവസവും ഫോൺ എടുക്കും, ഇന്ന് എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ എവിടെയെങ്കിലും കഴിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഫോൺ ഒരു 2-3 ഫുട്ടേജൊക്കെ എടുക്കും. പിന്നെ ഞാൻ ആ ഫുഡിൻ്റെ ഇതിലോ അല്ലെങ്കിൽ പിന്നെ ആ ഒരു വൈബിൽ ഞാൻ ഫോൺ എടുക്കാൻ മറക്കും, വീഡിയോസൊക്കെ എടുക്കാൻ മറക്കും. സോ അതാണ് ശരിക്കും പറ്റുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ പ്രോമിസ് ഒന്നും തരുന്നില്ല. പക്ഷെ ഞാൻ വീഡിയോസ് എടുക്കുന്നതായിരിക്കും, എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. പക്ഷെ ഞങ്ങൾ ടൈം ലൈനോ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഐ വിൽ ബി ദെയർ ഇൻ മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഇറ്റ്സ് എ വെരി ഹാപ്പി ആൻഡ് പ്ലെസൻറ്റ് ഡേ. ഇന്ന് ആക്ച്വലി ഞാൻ താജ് കോവളത്താണ്, ട്രിവാൻഡ്രം. അപ്പം ഞാനും കാർത്തിക്കും കുറേ ദിവസം എവിടെയെങ്കിലും ഒന്ന് പോയിട്ടോ അല്ലെങ്കിൽ വർക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായി. ഇന്നലെ വിഷു ആയിരുന്നു. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തു വന്നാൽ പിന്നെ വിഷു കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് എവിടെയെങ്കിലും സ്റ്റേക്കേഷൻ പോലെ എവിടെയെങ്കിലും പോവാണ്. അപ്പം ഈ പ്രോപ്പർട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്താണ്, ഒരു 20 minutes ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ പിന്നെ ഇവിടെ തന്നെ നമുക്ക് വരാം, ജസ്റ്റ് 1 night സ്റ്റേ. ഇപ്പം ഹൈ ടീ ഒക്കെ കഴിഞ്ഞു, വീറ്റ് സാൻഡ്വിച്ച്, ചാൽമുരി, കോഫി അതൊക്കെ കുടിച്ചു. പിന്നെ ഈ ബാക്കിലൊക്കെ കാണുന്നത് പ്ലേ ഏരിയ പോലത്തെ സ്ഥലമാണ്. അവിടെ നമുക്ക് ബാഡ്മിൻ്റൺ, ഫുട്ബോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും. നമ്മൾ കുറച്ചൊക്കെ നോക്കി, പക്ഷെ ഭയങ്കര കാറ്റായതുകൊണ്ട് ബാഡ്മിൻ്റനോ അങ്ങനെ കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഇനിയിപ്പം സൺസെറ്റൊക്കെ നമ്മൾ കണ്ടു. ഇനിയും പതുക്കെ റൂമിലേക്ക് പോവാണ്. രാത്രി ഡിന്നറിന് ഇറങ്ങുമ്പോൾ ഞാൻ ബാക്കി ഫുട്ടേജ് അവിടെ എടുക്കാം. അങ്ങനെ ഒരു ഹാപ്പനിങ് ആയിട്ടൊരു വ്ളോഗല്ല, പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പം അത് എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ സീ യു വെൻ ഐ ആം ഹാവിങ് ഡിന്നർ. നമ്മൾ ആക്ച്വലി ബഗ്ഗി വന്നില്ല, ഇവിടുന്ന് നല്ല ദൂരമുണ്ട് റൂം നടക്കാം. പിന്നെ 2 പേർക്ക് മടിയായതുകൊണ്ട് ബഗ്ഗിയിൽ പോയി. അയ്യോ ഭയങ്കര ഇൻട്രോവേർട്ട്. സോ അപ്പോൾ നമ്മൾ കുറേ ഫാമിലീസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരും പോയിട്ട് നമുക്ക് പതുക്കെ പോയാൽ മതി. ഈ ഒരു ലൈറ്റിംഗ് കൊള്ളാം, അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയാൻ നിൽക്കുന്നത്. ശരി കണ്ടുവിടല്ലേ. ആ ബാക്കിൽ ലൈറ്റുള്ള സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ വരുന്നത്. വീട്ടിൽ പോയി ബഗ്ഗി വന്നും തോന്നുന്നു. ഓക്കെ ബഗ്ഗി വരും, ബൈ. ഒരു ബഗ്ഗിയിൽ നിന്ന് റിസപ്ഷനിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് വേറെ ബഗ്ഗിയിലാണ് റൂമിലേക്ക് പോകേണ്ടത്. കുറച്ചധികം ഗസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കൊന്ന് കുറച്ച് ബഗ്ഗി ഉള്ളായിരുന്നു അവർക്ക്. അപ്പോൾ പിന്നെ ഇനി ഇവിടുന്ന് അടുത്ത ബഗ്ഗിയിൽ റൂമിലേക്ക് പോകണം. മണ്ണും തോന്നുന്നു, നോക്കട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ബഗ്ഗി കിട്ടി. ഇനി അടുത്ത ബഗ്ഗിയിൽ നിന്ന് ഗോയിങ് ബാക്ക് ടു അവർ റൂം. ദിസ് ഈസ് ദ വേ ടു അവർ റൂം. ഞാൻ നാളെ രാവിലെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്ലിയർ വീഡിയോസ് എടുത്തുതരാം. പക്ഷെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഒരു പാത്രയാണ്. ഇവിടെ മേളിലാണ് നമ്മുടെ റൂം. This is our room.
ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ ബാൽക്കണി. പക്ഷെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല അങ്ങനെ വ്യൂ. ഇതെങ്ങനെ, സോറി ഗൈസ്, എനിക്കിത് തുറക്കാൻ അറിയില്ല. ബട്ട് യാ, it's a cute room. So this is the dress I'm going to wear for dinner. I'll just അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇടുന്നില്ല. ഒരു മോയ്സ്ചറൈസർ ഇടാമെന്ന് വിചാരിച്ചു, പിന്നെ കുറച്ച് ബ്ലഷ് അങ്ങനെ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഡിന്നർ ആണല്ലോ. സോ ഐ ജസ്റ്റ് വാണ്ട് ടു keep it very light and comfortable. Then I'll put some lip balm. കുറച്ച്. What I do is ഞാൻ lip balm ഇട്ടിട്ട് അതങ്ങ് തുടച്ചിടും. I don't know why I do that, because that has been a practice. Because കൂടുതൽ lip balm ഉണ്ടെങ്കിൽ I think the lipstick won't stay long. എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് ഐ ജസ്റ്റ് റബ് ഓഫ് ദ ലിപ് ബാം. ഓക്കെ, ഡൺ. ആൻഡ് ലാസ്റ്റ്ലി കുറച്ച് ബ്ലഷ്, കുറച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു തുള്ളി, ആരും അറിയാൻ പാടില്ല നമ്മൾ ബ്ലഷ് ഇട്ടു. പക്ഷെ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി കുറച്ച് ബ്ലഷ്. ഇനി ഫേസ് പാർട്ട് ഇസ് ഡൺ. ഇനി ഹെയർ ആണ്. ഞാൻ ഐ എം എ വെരി ലേസി പേഴ്സൺ. എനിക്ക് മുടി ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാൻ തോന്നാറില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ ജസ്റ്റ് ഇങ്ങനെ എന്താണ് നോർമൽ ഒരു ബണ്ണുണ്ടല്ലോ, ബൺ പോലെ കിട്ടും, അല്ലെങ്കിൽ ഒരു ഹൈ പോണിറ്റെയിൽ കിട്ടും. ദാറ്റ്സ് ദ ഓൺലി തിങ് ദാറ്റ് ഐ ഡു ഫോർ മൈ ഹെയർ. ഇപ്പം എന്തായാലും നമുക്ക് അഴിച്ചിടാം. പിന്നെ ഡിന്നർ സമയത്ത് ഞാൻ എന്തായാലും ഒരു പോണിറ്റെയിലോ അല്ലെങ്കിൽ ഒരു ബൺ പോലെ കിട്ടും. സോ യാ, ദാറ്റ്സ് ഓൾ. I'll show you the full outfit. Yeah. So this is the whole dress. Accessories അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് എ വാച്ച്. യാ, സോ വി ആർ ഗുഡ് ടു ഗോ. ഞാനിപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ മിക്കവാറും ഡിന്നർ ടൈം കഴിയും. സോ ലെറ്റ്സ് ഗോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഡേറ്റ് എന്നാണ്. ഇതൊരു ഔട്ട്ഡോർ സീറ്റിംഗ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. മെയിൻലി സീ ഫുഡാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. നമ്മളപ്പം ആസ് യൂഷ്വൽ കുറേ കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗ്രിൽ ഫിഷ്, ചിക്കൻ വിങ്സ്, അപ്പം, പിന്നെ മട്ടൻ സ്റ്റൂ. അപ്പം ആസ് യൂഷ്വൽ കുറച്ച് ഓവർ ഓർഡറിങ് ആണെന്ന് തോന്നുന്നു. പക്ഷേ രണ്ടുപേർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് തീർക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫുഡ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓർഡർ ചെയ്തത് ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ് ആണ്. അത് വന്നിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് ഗുഡ്. പുളി നമ്മൾ നോർമൽ വിങ്സിൽ കുറച്ച് പുളി ആ ഒരു ടേസ്റ്റ്. എങ്ങനെയുണ്ട്? നിന്നെ കാണാൻ വയ്യ, പക്ഷെ നീ പറഞ്ഞോ കേൾക്കാം. ഇഞ്ചിപ്പുളിയല്ല, അപ്പോൾ എന്തായാലും പുളി കാണുമല്ലോ. ഓക്കെ, ഇനി ഇത് കഴിച്ചിട്ട് അടുത്തത് വരുമ്പോൾ അപ്പം ഇതാണ് റെഡ് സ്നാപ്പ്, ഗ്രിൽ റെഡ് സ്നാപ്പ് ഇൻ മാംഗോ വുഡോ അങ്ങനെ എന്തോ ആണ് ഇത് ഡിഷിൻ്റെ പേര്. ഇത് ആക്ച്വലി ഇത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. യാ, ഓക്കെ. ഇത് ആക്ച്വലി ഇതാണ് മാംഗോ വുഡ്. ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുത്ത റെഡ് സ്നാപ്പറാണ്. പിന്നെ അതിനോട് കുറച്ച് വെജിറ്റബിൾസും പിന്നെ ഒരു ലൈമും. അതാണ്. ഇറ്റ്സ് ആക്ച്വലി റിയലി നൈസ്. എന്താ നല്ല ജ്യൂസിയാണ് ആൻഡ് ഇതിൻ്റെ ബേസിക് മാരിനേഷനും നല്ല ടേസ്റ്റ് ഉണ്ട്. സോ അടുത്ത് നമ്മൾ പറഞ്ഞത് അപ്പം ആൻഡ് മട്ടൺ സ്റ്റൂ. അല്ല, മട്ടൺ എന്താ
മട്ടൻ മപ്പാസാണ്. ഇറ്റ്സ് നൈസ്. ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ കഴിച്ച് പിന്നെ റൈസും കൂടെ ഉണ്ട്. അത് ലാസ്റ്റ് അപ്പം കഴിഞ്ഞിട്ട് മട്ടൻ്റെ കൂടെ കഴിക്കാൻ. ഇനി ഇത് കഴിച്ചിട്ട് അടുത്തൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് കാണിക്കും. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് തിങ് ദാറ്റ് വി ഓർഡേർഡ്. ഇത് ടീറാമീസു ആണ്. ലുക്സ് പ്രിറ്റി. ഇവിടെ ലൈറ്റ് ഇല്ലാത്തത് അങ്ങനെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ ലുക്സ് പ്രിറ്റി. കുറച്ചധികം ഫുഡ് കഴിച്ചു, പക്ഷെ നമ്മളൊന്നും വേസ്റ്റ് ആക്കില്ല. കുറച്ച് റൈസും കുറച്ച് മട്ടൻ കറി മാത്രമേ വേസ്റ്റ് ആക്കി, അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി, ബാക്കിയെല്ലാം കഴിച്ചു. നമ്മൾ അവസാനം കഴിച്ച് ടീറാമീസു അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പം റൂമിൽ പോകണം, ഉറങ്ങണം. നമുക്കിനി നാളെ രാവിലെ ഞാൻ റൂം ടൂറും പിന്നെ കുറച്ച് പ്രോപ്പർട്ടിയും കാണിച്ചു തരാം. സൺലൈറ്റ് കാണുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ നമ്മുടെ റൂമിലേക്ക് പോവാം. And look at the waves. The waves നോക്കി, it's so rough. Wait for the waves. ഇപ്പോൾ വേവ്സ് വരുന്നില്ലല്ലേ, റഫാണെന്ന് പറയുമ്പോൾ വരുന്നില്ലേ. ഓക്കെ ബൈ. Good morning. Let's go for breakfast. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയായി. 10:30 വരെയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്തായാലും യൂണിറ്റ് പോയാലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു പ്ലഞ്ച് പൂൾ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി തിരിച്ചു വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം. ഇനി പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. അപ്പോൾ നമ്മളിപ്പം ഡിന്നറിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമുക്കൊരു 12 മണിയൊക്കെ ആ സമയത്ത് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വിൽ ചെക്കൗട്ട്. അപ്പം ബിറ്റ് സാഡ് ബിക്കോസ് നാളെ വീണ്ടും ബാക്ക് ടു ദ ഗ്രൈൻഡ്. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്ലേ. എന്താ അത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റേക്കേഷൻസ് എടുത്താൽ you will feel fresh and more energized to work better. നമുക്ക് ഇപ്പോൾ പറയാം. അപ്പോൾ ഇനി റൂമിൽ പോയി റെഡി ആയിട്ട് പതുക്കെ ഇറങ്ങാം. അപ്പോൾ അതിനു മുന്നേ
ഞാൻ ചിലപ്പോൾ ഈ കുഞ്ഞ് ഇവിടെ ഒരു പ്ലഞ്ച് പൂൾ ഉണ്ട്, കാണിച്ചു. ഈ പ്ലഞ്ച് പൂളിൽ ഇവിടെ ഒന്ന് ഇരുന്ന് ചില്ല് ചെയ്തിട്ട് പിന്നെ റൂമിലേക്ക് പോകാം. സോ വി ആർ ചെക്കിങ് ഔട്ട്. ഇതാണ് ഒരു ബാൽക്കണി സ്പേസ് പോലെ നമ്മുടെ റൂമിൽ. ആൻഡ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം ബേർഡ്സിൻ്റെ കുഞ്ഞു കുഞ്ഞു സൗണ്ടും ഇറ്റ്സ് വെരി സെറീൻ ആൻഡ് കാം. ഇവിടെ തന്നെ നമുക്ക് കുറേ നേരം വേണമെങ്കിൽ ഇരിക്കാം. ക്യാൻ വർക്ക് ആരാംസേ. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് വിൽ ചെക്കിങ് ഔട്ട്. സോ ഞാൻ ഇനി കൂടുതൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വിൽ ഷൂട്ട്. നമ്മൾ ഇതിന് ശേഷം വി ആർ ഗോയിങ് ടു ഹാവ് ലഞ്ച്, പിന്നെ വി ബാക്ക് ടു ഹോം, അത്രേ ഉള്ളൂ. So I hope that you liked this video of mine. ഒന്നുമില്ല, it was just all about coming to a beautiful place. ഒരു ദിവസം നമ്മൾ it was very calm. നമ്മൾ വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ ഒന്നും ആലോചിച്ചില്ല. We were just having a time. And I think നമ്മളെപ്പോഴും ഈ വർക്കിനിടയ്ക്ക് we always forget to take some time for ourselves. പക്ഷേ if you take like 1-2 ദിവസം if you take some time out for yourself, you will be recharged and നമുക്ക് കുറച്ചും കൂടെ the next day we will be more happy and refreshed while working, അല്ലെങ്കിൽ while just going back to your work. അത്രേ ഉള്ളൂ. So I hope you liked this video of mine. And I'll consistent ആവാമെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, but I'll be uploading more videos. ടൈം ലൈനോ എപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് വാട്ട് എവർ ഐ എം അപ്ലോഡിങ് ഞാൻ അത് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ്. ചുമ്മാ ജസ്റ്റ് ഒരു ഫോർ വീഡിയോ സേക്ക് അങ്ങനെയല്ല കേൾക്കുന്നത്. സോ യാ, ദാറ്റ്സ് ഓൾ. സോ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.